ബാഴ്സലോണ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് മത്സരത്തിലെ ആ ഒരു സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ബാഴ്സലോണയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു 54%. സാധാരണ 60-65 മുകളിൽ ബോൾ പൊസിഷൻ ബാഴ്സയ്ക്ക് ലഭിക്കാറാണ്. അത് ഈ മത്സരത്തിൽ ലഭിച്ചിരുന്നില്ല. കാരണം ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആ ഒരു ഹൈ പ്രസിംഗ് അത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് കൂടുതലായിട്ട് ബോൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അത് നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ 10 മിനിറ്റ് ഒക്കെ ഒന്നുമില്ല. അതുപോലെ തന്നെ 70 മിനിറ്റിന് ശേഷം പിന്നീട് അങ്ങോട്ട് ന്യൂകാസ്റ്റലിന്റെ ഒരു താണ്ഡവുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 16 ഷൂട്ടായിരുന്നു ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഈ മത്സരത്തിൽ അടിച്ചത്. ബാഴ്സ ആകട്ടെ 9. ബാഴ്സയെ സംബന്ധിച്ച് 2 ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചു. ന്യൂകാസ്റ്റൽ 4 ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചത്. കൂടുതൽ ഓൺ ടാർഗറ്റ് ഷൂട്ടുകളൊന്നും ഈ മത്സരത്തിൽ വന്നിട്ടില്ല എന്നത് തന്നെയാണ് 1-1 സമനില എന്ന രീതിയിലേക്ക് മത്സരം മാറാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. ബാഴ്സയെ സംബന്ധിച്ച് ഓൺ ടാർഗറ്റിലേക്ക് അവർ 2 മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം പെനാൾട്ടിയാണ്. ഈ ഒരു മാച്ചിൽ ഓൺ ടാർഗറ്റിലേക്ക് ബാഴ്സയ്ക്ക് ഷൂട്ടുകളൊന്നും കൂടുതൽ ഉതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂകാസ്റ്റൽ തുടരെ കോർണേഴ്സ് വാങ്ങുമായിരുന്നു. 9 കോർണേഴ്സ് ആണ് അവർക്ക് ഈ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് 4 അവർ നേടിയെടുത്തു. പക്ഷെ ഒന്നും ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ബാഴ്സലോണ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു സീസണിൽ തന്നെ ഒരു മത്സരം കണ്ടതാണ് ഇതേ ഗ്രൗണ്ടിൽ. പക്ഷെ അന്ന് കണ്ട ന്യൂകാസ്റ്റൽ യുണൈറ്റഡിനെ അല്ല ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. അവരുടെ ഭാഗത്തു നിന്ന് വളരെ മികച്ചൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.